ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യം. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. തിരുവിതാംകൂറിൽ മഹാരാജാവായി ഭരിച്ചിരുന്ന ശ്രീചിത്തിര തിരുനാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ധന്യമുഹൂർത്തം ഇങ്ങനെയാണ്. ഒരു പ്രഭാതത്തിൽ രാജാവ് ഉണർന്ന ഉടനെ പ്രഭാത പരിപാടികൾ കഴിഞ്ഞ് പൂജാമുറിയിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് വെളിയിൽ ചാരുകസേരയിൽ വന്നിരുന്നു. സാധാരണ കാപ്പി കുടിക്കുകയും പത്രം വായിക്കുകയും ഒന്നിച്ചാണ് രാജാവ് ചെയ്യുന്നത്. പക്ഷേ അന്ന് കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പത്രത്തിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വായിച്ചു. പെരുമൺ തീവണ്ടി. വാർത്ത വായിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹം സെക്രട്ടറിയെ വിളിച്ചു. 1,00,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി ദുരിതാശ്വാസത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുത്തയച്ചു. തൻ്റെ കരുണയുടെ ആധിക്യം കൊണ്ട് ചെയ്ത കാര്യമാണിത്. പക്ഷേ അതുകൊണ്ട് അവസാനിച്ചില്ല. അദ്ദേഹം ആ ദിവസം മുഴുവൻ യാതൊരു ആഹാരവും കഴിക്കാതെ തൻ്റെ പൂജാമുറിയിൽ കയറി ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിരതനായി. മറ്റു മനുഷ്യർക്കുണ്ടാകുന്ന സങ്കടത്തിൽ ഇതുപോലെ പങ്കുചേരുന്ന സഹതപിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കരുണ സ്വാഭാവികമായി മനുഷ്യനിൽ ഉണ്ടാകുന്ന നന്മയുടെ പ്രതീകമാണ്. കരുണയുള്ളവൻ ഭാഗ്യവാൻ, അവർക്ക് കരുണ ലഭിക്കും എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. കർത്താവ് ലോകത്തിൽ ജീവിക്കുമ്പോൾ കരുണയുള്ളവനെന്നും അനേകം പേർക്ക് അവനിലൂടെ സൗഖ്യം ലഭിച്ച അവനൊരു സൗഖ്യദായകനെന്നും നാം വചനത്തിലൂടെ വായിക്കുന്നു. തൻ്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കരുണയുള്ളവരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ദൈവം കരുണാസമ്പന്നനാണ് എന്നതുകൊണ്ട് തന്നെ അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം ആ സ്വഭാവമുള്ളവരായിരിക്കണം. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. അവൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു എന്ന് സങ്കീർത്തനക്കാരൻ 145-ാം സങ്കീർത്തനത്തിലൂടെ നമ്മോട് പറയുന്നു. കരുണയുടെ പ്രതീകമായി ലോകത്തിൽ ജീവിച്ചിരുന്ന മദർ തെരേസ വേദനയിലും ദുഃഖത്തിലും ഇരിക്കുന്നവർക്ക് എന്നും സ്നേഹം പകർന്നു കൊടുത്തു. കരുണയില്ലാത്ത സ്നേഹോറവ വറ്റിപ്പോയ ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യൻ്റെ മൃഗീയ വാസനകൾ ശക്തി പ്രാപിക്കുമ്പോൾ കരുണയുടെ അംശം നഷ്ടപ്പെടുന്നു. ആകയാൽ ഈ വചന കേൾവിയിലൂടെ കർത്താവ് കാണിച്ചതുപോലെ കരുണയുടെ മാതൃക നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കരുണയും സ്നേഹവും വറ്റിപ്പോയതായ ഈ ലോകത്തിൽ കരുണയുടെ വക്താക്കളായി കർത്താവിൻ്റെ മാതൃക പിന്തുടരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരോട് സ്നേഹവും കരുതലും കരുണയും ഒക്കെ കാണിച്ചുകൊണ്ട് കർത്താവ് ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.